നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോമുലേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് ആണ്. എന്താണ് ഫോമുലേഷൻ ഓഫ് പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാലാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഫോമുലേഷൻ? ദ വേ ഓഫ് പെസ്റ്റിസൈഡ് ഈസ് പ്രിപ്പയർഡ് ഫോർ പ്രാക്ടിക്കൽ യൂസ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു പെസ്റ്റിസൈഡ് വാങ്ങിക്കുന്ന സമയത്ത് അത് നമുക്ക് നേരിട്ട് യൂസ് ചെയ്യാൻ ഉള്ള ഒരു ഫോമിലല്ല നമുക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോമിലോട്ട് മാറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഫോമുലേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് വാട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടൊക്കെ ആവും നമ്മൾ അപ്ലൈ ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെയുള്ള സംഭവത്തിനെയാണ് നമ്മൾ ഫോമുലേഷൻ ഓഫ് പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത്. പെസ്റ്റിസൈഡ്സ് ആർ റയർലി അപ്ലൈഡ് ഇൻ ദെയർ ടെക്നിക്കൽ ഫോം. അതായത് അത് നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോമുലേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ദേ ആർ യൂഷ്വലി ഫോമുലേറ്റഡ് ടു ഇംപ്രൂവ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയർ ആക്കാനാണ് നമ്മൾ ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ദെൻ സ്റ്റോർ ചെയ്യാനും നമ്മൾ ഫോമുലേഷൻ ചെയ്യാറുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ, എഫക്റ്റീവ്നെസ്, സേഫ്റ്റി. അതിൻ്റെ എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സേഫ്റ്റി, നമ്മൾ യൂസ് ചെയ്യുന്ന ആളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതായത് നമുക്കത് ചിലപ്പം അതിൻ്റെ ടെക്നിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ അത്രയും പോയ്സണസ് ആവും. സോ അത് റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോമുലേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു പെസ്റ്റിസൈഡ്സിൽ അടങ്ങിയിട്ടുള്ളത്. അതായത് നമ്മൾ പെസ്റ്റിസൈഡിനെ ഫോമുലേറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. മെയിനായിട്ട് പെസ്റ്റിസൈഡിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്നുള്ള ഒരു പാർട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്യാനിലൊരു പെസ്റ്റിസൈഡ് എടുത്തു. ആ പെസ്റ്റിസൈഡിൽ മേജർ പോർഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും. ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി പെസ്റ്റിസൈഡ് എഫക്റ്റ്. പെസ്റ്റിസൈഡ് എഫക്റ്റിന് കാരണമാകുന്ന, അതായത് ഇപ്പം വീഡ്സിനെ അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റുകളെയൊക്കെ കൊല്ലാൻ കാരണമായിട്ടുള്ള പോയ്സൺ ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മേജർ പോർഷൻ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ബ്ലൂ കളർ പോർഷനാണ് നമ്മുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉള്ളത്. അപ്പോൾ ഒരു ക്യാനിൽ നമ്മൾ പെസ്റ്റിസൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പകുതിയോളം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ്. ആർ കെമിക്കൽ ഇൻ പ്രോഡക്ട്സ് ദാറ്റ് കിൽ, കൺട്രോൾ ആൻഡ് റിപ്പൽ പെസ്റ്റ്. കില്ല് ചെയ്യും, കൺട്രോൾ ചെയ്യും, റിപ്പൽ ചെയ്യും. ഇതൊക്കെ നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ താഴെ കാണിക്കുന്ന ഒരു ആഷ് കളറിലുള്ളതാണ് അതർ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഈ അതർ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? അതർ ഇൻഗ്രീഡിയൻസ് ആണ് ഇനേർട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനേർട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസ് ഇൻ എ പെസ്റ്റിസൈഡ് ഫോമുലേഷൻ ഹാവിങ് നോ പെസ്റ്റിസൈഡൽ ആക്ഷൻ. പെസ്റ്റിസൈഡൽ ആക്ഷൻ ഇല്ലാത്ത മെറ്റീരിയലിനെ പറയുന്ന പേരാണ് ഇനേർട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ഇനേർട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ആർ നോട്ട് ലിസ്റ്റഡ് ഓൺ ദ പ്രൊഡക്റ്റ് ലേബൽ ഫോർ EPA രജിസ്റ്റേർഡ് പെസ്റ്റിസൈഡ്സ്. അതായത് നമ്മുടെ പെസ്റ്റിസൈഡ്സ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാത്ത, അതായത് പെസ്റ്റിസൈഡൽ എഫക്റ്റ് ഇല്ലാത്ത ഇൻഗ്രീഡിയൻസിനെ പറയുന്നതാണ് ഇനേർട്ട് ഇൻഗ്രീഡിയൻസ് എന്ന്. അപ്പം മെയിനായിട്ട് നമുക്ക് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇനേർട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആൻഡ് കാരിയർ എന്ന് പറഞ്ഞാൽ ഇനേർട്ട് ലിക്വിഡ് ഓർ സോളിഡ് ആഡഡ് ടു ആൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ടു പ്രിപ്പയർ എ പെസ്റ്റിസൈഡ് ഫോമുലേഷൻ. അപ്പോൾ നമ്മുടെ കാരിയർ എന്ന് പറയുന്നത് നമ്മളെ ഇനേർട്ട് ഇൻഗ്രീഡിയൻസിനെ തന്നെയാണ് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിക്ക് ആഡ് ചെയ്യും. ആഡ് ചെയ്താലാണത് ഇപ്പോൾ അതിൽ നമ്മുടെ പെസ്റ്റിസൈഡ് മാത്രം പോരാ, അതായത് പെസ്റ്റിസൈഡൽ എഫക്റ്റ് ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം പോരാ, ഇതിനെ ഫോമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് കാരിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ഓഫ് ഫോർമുലേഷൻ. ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു? ഫോമുലേഷൻ എന്താണെന്ന് പഠിച്ചു, എന്തിനു വേണ്ടിയിട്ടാണെന്ന് പഠിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പെസ്റ്റിസൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുമെന്ന് പഠിച്ചു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഫോമുലേഷൻ. ഏതൊക്കെ വിധത്തിൽ നമുക്ക് ഫോമുലേഷൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ദർ ആർ 3 ടൈപ്പ് ഓഫ് ഫോമുലേഷൻ. 3 ടൈപ്പ് ഓഫ് ഫോമുലേഷൻ ആണുള്ളത്. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഫോമുലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഫോമുലേഷനും എന്താണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ? സോളിഡ് ഫോമുലേഷൻ. സോളിഡ് ഫോമുലേഷനിൽ ഫസ്റ്റ് തന്നെ ഡസ്റ്റാണ്. ഡസ്റ്റിൻ്റെ ഫോമിലുള്ള
പാർട്ടിക്കിൾസ് ആണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുക. ഡസ്റ്റ് കനോട്ട് ബി മിക്സ്ഡ് വിത്ത് വാട്ടർ ആൻഡ് മസ്റ്റ് ബി ആഡഡ് ഡ്രൈ ആയിട്ടാണ് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത്. കോമൺ കാരിയേഴ്സ് ആർ ക്ലേ, ടോക്ക് ആൻഡ് സിലിക്ക ജെൽ ഓർ ഡയാറ്റോമേഷ്യസ് എർത്ത്. ഇതൊക്കെയാണ് നമ്മൾ കാരിയേഴ്സ് ആയിട്ട് ഡസ്റ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്ലാന്റ്, ആനിമൽ പൗഡർ, സീഡ് ട്രീറ്റ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്, ഒരു വാട്ടറായി മിക്സ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഡ്രൈ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതാണ് സോളിഡ് ഫോർമേഷനിലെ ഫസ്റ്റ് വൺ. ദെൻ അടുത്തത് ഗ്രാനുലാർ ഫോർമേഷൻ ആണ്. ഗ്രാനുലാർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഡ്രൈ കാരിയേഴ്സ് സച്ച് ആസ് ക്ലേ കണ്ടെയ്നിങ് ലോ കോൺസെൻട്രേഷൻ ഓഫ് AI. അതായത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കുറവുള്ള ഡ്രൈ ആയിട്ടുള്ള ക്ലേ കണ്ടെയ്നിങ് ഇൻഗ്രീഡിയൻസിനെയാണ് നമ്മൾ ഗ്രാനുലാർ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? സോയിൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻസെക്ട്സ് ഓർ വീഡ് കൺട്രോളിനൊക്കെയാണ് നമ്മൾ ഗ്രാനുലാർ ഫോർമേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേരൊന്ന് പഠിച്ചു വയ്ക്കുക, ഇതിൻ്റെ ക്യാരക്ടറും ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ അടുത്തതെന്ന് പറയുന്നത് സൊല്യൂബിൾ പൗഡറാണ്. സൊല്യൂബിൾ പൗഡർ എന്ന് പറഞ്ഞാൽ ഡ്രൈ പൗഡറാണ് വിച്ച് ഡിസോൾവ് ഇൻ വാട്ടർ ടു മേക്ക് എ സ്പ്രേ സൊല്യൂഷൻ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഡസ്റ്റ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കില്ലായിരുന്നു, പക്ഷേ നമ്മുടെ സൊല്യൂബിൾ പൗഡർ എന്താണ്, വെള്ളത്തിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്യുമായിരുന്നു. ആൻഡ് സ്പ്രേ സൊല്യൂഷനായിട്ടാണ് നമ്മളിതിനെ ഫോമുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് AI ദാൻ ഡസ്റ്റ് ഓർ ഗ്രാനുൾസിനേലും ഡസ്റ്റിനേക്കാളും കൂടുതൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സൊല്യൂബിൾ പൗഡറിലാണ് ഉള്ളത്. അപ്പം നമുക്കൊക്കെ ആലോചിച്ചാൽ തന്നെ അറിയാം, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കൂടിക്കഴിഞ്ഞാൽ എന്താ, അത് നമുക്ക് ആനിമൽസിനും പിന്നെ അത് അപ്ലൈ ചെയ്യുന്ന ഫാമേഴ്സിനും ഒക്കെ എന്താണ്, ഭയങ്കര ഡേഞ്ചറസ് എഫക്റ്റാണ് ഉണ്ടാക്കുക. ദെൻ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ സ്പ്രേ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ വീഡ് കൺട്രോൾ ചെയ്യാൻ, അതായത് ആവശ്യമില്ലാത്ത ചെടികളൊക്കെ വളരില്ലേ, അതിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ സൊല്യൂബിൾ പൗഡർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വെറ്റബിൾ പൗഡേഴ്സ് ആണ്. വെറ്റബിൾ പൗഡേഴ്സ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ആർ ഫൈൻ പാർട്ടിക്കിൾ സസ്പെൻഡഡ് ഇൻ വാട്ടർ. അതായത് ഭയങ്കര ചെറിയ പാർട്ടിക്കിൾസ് ആവും. നമ്മുടെ ഡ്രൈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, അതായത് സോളിഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ പാർട്ടിക്കിൾ ആവും. അത് വെള്ളത്തിൽ മിക്സ് ആയിട്ട് ഒരു സസ്പെൻഷൻ ആയിട്ട് ഇങ്ങനെ കിടക്കും. സസ്പെൻഷൻസ് റിക്വയർ കോൺസ്റ്റൻറ്റ് അജിറ്റേഷൻ പ്രയർ ടു ഈച്ച് അപ്ലിക്കേഷൻ. ഇത് അജിറ്റേറ്റ് ചെയ്യണം, നമ്മൾ ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുന്ന സമയത്തും അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഹയർ കോൺസെൻട്രേഷൻ ഓഫ് AI ദാൻ ഡസ്റ്റ് ഓർ ഗ്രാനുൾസ്. ഇതിലും കൂടുതൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ് വെറ്റബിൾ പൗഡേഴ്സിലും. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് സ്പ്രേ ആയിട്ടാണ് യൂസ് ചെയ്യുക, കാരണം സസ്പെൻഷൻ ആക്കുന്നുണ്ട്, വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്പ്രേ ഫോർ ഇൻസെക്ട്സ് ഡിസീസ് ആൻഡ് വീഡ് കൺട്രോൾ, ഇൻസെക്ട്സിനെ കൺട്രോൾ ചെയ്യുക, പിന്നെ വീഡിനെ കൺട്രോൾ ചെയ്യാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് സ്പ്രേ ഫോമിൽ. അപ്പോൾ ഇതാണ് 4 സോളിഡ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോർമുലേഷനാണ്. ഇതിൽ ലിക്വിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് 2 ടൈപ്പാണുള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് എമൽസിഫയബിൾ കോൺസെൻട്രേറ്റ്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൽഷൻ ഈസ് എ ഫൈൻ സസ്പെൻഷൻ ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ് ഇൻ വാട്ടർ ആൻഡ് അപ്പിയേഴ്സ് മിൽക്കി ഇൻ കളർ. അതായത് എമൽഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള സംഭവമാണ്. ഓയിൽ വാട്ടറിൽ മിക്സ് ആവുന്നതിനെയാണ് നമ്മൾ എമൽഷൻ എന്ന് പഠിക്കുന്നത്. കൊളോയിഡലാണെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ എമൽഷൻ എന്താണ്, ഒരു മിൽക്കി കളറിലാണ് ഉണ്ടാവുന്നത്. ആൻഡ് ദേ ഡു നോട്ട് റിക്വയർ കോൺസ്റ്റൻറ്റ് അജിറ്റേഷൻ പ്രയർ ടു ഈച്ച് ആപ്ലിക്കേഷൻ. ഓരോ ആപ്ലിക്കേഷൻ്റെ മുമ്പും നമുക്ക് എന്താണ്, അജിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എമൽസിഫയബിൾ കോൺസെൻട്രേറ്റ് ആണ് ആദ്യത്തെ ലിക്വിഡ് ഫോർമാറ്റിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റായി യൂസ് ചെയ്യുന്നത് പെട്രോളിയം സോൾവെൻറ്റിനാണ്. പെട്രോളിയം എന്ന് പറഞ്ഞാൽ ഓയിൽ ഫോമിലല്ലേ. ആൻഡ് എമൽസിഫയർ സോ ഇറ്റ് ക്യാൻ ബി മിക്സ്ഡ് വിത്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. പെട്രോളിയം എന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ ഫോമാണ്, അതിന് നമ്മൾ വാട്ടറുമായി മിക്സ് ചെയ്യുമ്പോൾ ഒരു എമൽഷൻ കിട്ടും. ഇതിൽ പെട്രോളിയം എന്ന് പറയുന്നതാണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. ദെൻ ഇത് യൂസ് ചെയ്യുന്നത് എന്താ, അപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ സ്പ്രേ പോലെയാണ് യൂസ് ചെയ്യുക. സ്പ്രേ ഫോർ ഇൻസെക്ട് ഡിസീസ്, വീഡ് കൺട്രോൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് എമൽസിഫയബിൾ കോൺസെൻട്രേറ്റ് യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷനാണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ലിക്വിഡുകൾ തമ്മിൽ മിക്സ് ആവുന്നതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സൊല്യൂഷനിൽ എന്താ, എ കംസ് ഇൻ ലിക്വിഡ്, അതായത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്താണ്, ഒരു ലിക്വിഡ് ആയിരിക്കും. ഒരു ലിക്വിഡ് വേറെ ഒരു ലിക്വിഡിലോട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിനെ നമ്മുടെ വാട്ടറിലായിരിക്കും മിക്കവാറും മിക്സ് ചെയ്യുന്നത്, അതിനെ ലൂസാക്കാൻ വേണ്ടിയിട്ട്. ഫോംസ് എ സൊല്യൂഷൻ ഇൻ സ്പ്രേ മിക്സ്. എന്നിട്ട് ഇത് ഒരു സ്പ്രേ മിക്സ് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈസിലി മിക്സ് ചെയ്യാൻ പറ്റും, നോൺ അബ്രസീവ് ആണ്. ആൻഡ് യൂസസ് എന്ന് പറഞ്ഞാൽ സ്പ്രേ ഫോർ വീഡ് കൺട്രോൾ, വീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ചെടികളെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ സ്പ്രേ ഫോമിലാണ് നമ്മൾ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ലിക്വിഡ്സിൽ വരുന്നത്, എമൽസിഫയബിൾ കോൺസെൻട്രേറ്റും സൊല്യൂഷനും. ദെൻ ഇനി അടുത്ത ഏതാ, ഗ്യാസസ്. ഗ്യാസസിൽ നമ്മൾ ഫ്യൂമിഗൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫ്യൂമിഗൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ഗ്യാസസ് ഇൻഗ്രീഡിയൻസ് ഇൻസെക്ടിസൈഡ്സ് യൂഷ്വലി പാക്കേജ്ഡ് അണ്ടർ പ്രഷർ ആൻഡ് സ്റ്റോർഡ് ആസ് ലിക്വിഡ്സ്. ലിക്വിഡായിട്ടാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുക. അതായത് ഗ്യാസിൽ നല്ല പ്രഷർ, ഹൈ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്താ, അതിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒക്കെ പോയിട്ട് ഈ ഗ്യാസ് ലിക്വിഡായിട്ട് മാറും ഇല്ലേ, നല്ല പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പം നമ്മൾ ഇവിടെ ഗ്യാസിന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഗ്യാസ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ്സിനെ എടുക്കും. അത് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള, അതായത് ഗ്യാസിനെ സ്റ്റോർ ചെയ്യാൻ കുറേ സ്പേസ് വേണ്ടി വരും. പക്ഷേ അതിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കമ്പാരിറ്റീവ്ലി സ്പേസ് കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ പ്രഷറിൻ്റെ അണ്ടറിൽ ഇതിനെ കംപ്രസ് ചെയ്തിട്ട് സ്റ്റോർഡ് ആസ് ലിക്വിഡ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സം ആർ ടാബ്ലറ്റ്സ് ഓർ പെല്ലറ്റ്സ് ദാറ്റ് ആർ റിലീസ്ഡ് ഗ്യാസ് വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ. ചിലതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ടാബ്ലറ്റ്സ് പെല്ലറ്റ്സ് ഫോമിലൊക്കെ ആക്കും. അപ്പോൾ എന്താ, ഇത് നമ്മൾ വാട്ടറിലോട്ട് ഇടുന്ന സമയത്ത് അത് ഗ്യാസ് ഫോമിലോട്ടായി വരുന്നവരുണ്ട്. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ്, ഫ്യൂമിഗൻസിന് എക്സാമ്പിളാണ് സൾഫ്യൂറൈൽ ഫ്ലൂറൈഡ് ആൻഡ് മീഥൈൽ ബ്രോമൈഡ്. ഇത് രണ്ടുമാണ് എക്സാമ്പിൾ. ആൻഡ് ഹൈലി ടോക്സിക് ആണ്, കാരണം ഗ്യാസ് ഫോമാണ്. അപ്പോൾ ഇത് ഹൈലി ടോക്സിക് ആണ്. പിന്നെ അത് സ്പ്രെഡ് ചെയ്യാനുള്ള ബാക്കി എല്ലാത്തിനെയും, സോളിഡിനെയും ലിക്വിഡിനെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ് അല്ലേ. ഗ്യാസ് ആയതുകൊണ്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല കെയർ വേണം. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾസ് രണ്ടും ഒന്ന് പഠിച്ചു വെക്കണം. ഏതാ, സൾഫ്യൂറൈൽ ഫ്ലൂറൈഡ് ആൻഡ് മീഥൈൽ ബ്രോമൈഡ്. ഇതാണ് ഫ്യൂമിഗൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, നമ്മളിത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഗ്രീൻ ഹൗസസ്, മഷ്റൂം ഹൗസസ്, ഗ്രാനറീസ്, ഇവിടെയൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളെ ഫോമുലേഷൻ പഠിച്ചല്ലോ, ഇത്രയാണ് ഫോമുലേഷൻ. അപ്പോൾ കുറച്ചേ പഠിക്കാനുള്ളൂ, ഇത് നന്നായിട്ട് പഠിക്കുക. മിക്കവാറും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫ്യൂമിഗൻസ് എന്ന് പറയുന്നത് കേട്ടോ, ഫോമുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ.